കണ്ണൂർ അഴീക്കോട് നിന്നും രജീഷ് ഓലച്ചേരി. ഞാനിപ്പോൾ നിൽക്കുന്നത് നാടിൻ്റെ യുവ കർഷകൻ സിലീഷിൻ്റെ പച്ചക്കറിത്തോട്ടത്തിലാണ്. ഇവിടുത്തെ കൃഷിരീതി കണ്ടാൽ എല്ലാവർക്കും നല്ലൊരു അനുഭൂതിയായിരിക്കും. ഞങ്ങൾക്ക് സിലീഷിൻ്റെ കൃഷിരീതിയെക്കുറിച്ച് മനസ്സിലാക്കാം. സിലീഷേട്ടാ, നമുക്ക് ഈ തണ്ണിമത്തൻ കൃഷി വിജയിപ്പിക്കാൻ പറ്റിയ സാധ്യതകൾ നമുക്ക് നാട്ടുകാരെ പരിചയപ്പെടുത്തേണ്ടതാണ്. അതൊന്ന് വിവരിക്കേണ്ടതാണ് നിങ്ങൾ. നമ്മൾ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നതല്ല, കഴിഞ്ഞ പ്രാവശ്യം എല്ലാം ചെയ്തിട്ടുണ്ട് വത്ത കൃഷി, തണ്ണിമത്തൻ. അപ്പോൾ ഈ പ്രാവശ്യം 4 കമ്പനീൻ്റെ വത്തകളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ആ ഫാമിൻ്റെ തന്നെ പ്രത്യേക ഓർഡർ പ്രകാരം പരീക്ഷിക്കണം എന്നുള്ള ലെവലിൽ 4 തരം വിത്തുകൾ, മാക്സ്, കിരണ്, പിന്നെ മുക്കാസ, പിന്നെ ഒരു KL96 എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി, അങ്ങനെയെല്ലാമായിട്ട് ഒരുപാട് വിത്തുകൾ പരീക്ഷിച്ചതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഓരോ തരം വത്തകളാണ്. ഒന്ന് വലുപ്പം ഉണ്ടാവും, ഓരോന്ന് വലുപ്പം ഉണ്ടാവില്ല. പക്ഷേ ഓരോന്നിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ പ്രത്യേകതകൾ. വലിപ്പം ഉണ്ടാവും, നല്ല രസമായിരിക്കും, കളറ് നല്ല രീതിയിൽ. എന്തായാലും ഇവിടെ നമുക്ക് വീണ്ടും തണ്ണിമത്തൻ തിരിച്ച് വരുത്താൻ പറ്റിയിട്ടുണ്ട്. ഇനത്തിൽപ്പെട്ട തണ്ണിമത്തനാണ് സിലീഷേട്ടാ. ഇത് മാക്സ് എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട തണ്ണിമത്തനാണ്. അത് നല്ലൊരു ഇതിൻ്റെ പ്രത്യേകത നല്ല മധുരമായിരിക്കും. വലിപ്പം വലിയ രീതിയിലുള്ള വലിപ്പം ഉള്ളതുകൊണ്ട് നല്ല മധുരമാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതാണ് മാക്സ് എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട തണ്ണിമത്തൻ. നല്ല ഇനത്തിൽപ്പെട്ടതാണ്. ഉള്ളു കൂടുതലും വലിപ്പം കുറവും ആയ തണ്ണിമത്തനാണ്. എല്ലാവരും ഈ കൃഷിരീതി ചെയ്യണമെന്നാണ് സിലീഷേട്ടൻ്റെ ഒരഭിപ്രായം. വിളവെടുപ്പിന് വെച്ച തണ്ണിമത്തൻ ഞാനൊന്ന് പൊട്ടിച്ചു നോക്കി. ചുവന്നു തുടുത്തു നിൽക്കുന്ന തണ്ണിമത്തനെ ഒന്ന് കടിച്ചു നോക്കി. എന്തൊരു മധുരം! മാക്സ് എന്ന ഇനത്തിൽപ്പെട്ടവൻ അടിപൊളിയാ. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത പച്ചമുളക് കൃഷിയാണ്. 5 സെൻറ്റ് സ്ഥലം മുഴുവനായും പച്ചമുളക് കൃഷിരീതിയാണ് ചെയ്തു വന്നിട്ടുള്ളത്. അതിനു പുറമെ ചോളം, കക്കിരി, വെണ്ട, ചീര എന്നിവയും കൃഷി ചെയ്തു വരുന്നു. ഇത്രയുമാണ് സിലീഷേട്ടൻ്റെ പച്ചക്കറിത്തോട്ടത്തിലെ വിശേഷങ്ങൾ.